മെഹർ ഫാത്തിമ എന്ന് പറയുന്ന ഒരു ആങ്കർ ഉണ്ട്. ആങ്കർ ഇപ്പൊ പൊല്ലാപ്പ് പിടിച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം തൊപ്പിയുടെ ഇഷ്യൂസ് ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി എല്ലാം പറന്നു നടക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് തൊപ്പിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ എല്ലാം പൊതിഞ്ഞു കെട്ടി ട്രോൾ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ മെഹർ ഫാത്തിമയ്ക്കും കിട്ടിയിരിക്കുകയാണ് ട്രോൾ. കാരണം ഒരു ഓൺലൈൻ ചാനലിന് വേണ്ടി തൊപ്പിയെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മെഹർ തൊപ്പിയുടെ വീട്ടിൽ പോവുകയും അവിടെ വെച്ച് ഇന്റർവ്യൂ ചെയ്യുകയും പിന്നീട് തൊപ്പിയുമായിട്ട് യാത്ര ചെയ്തുകൊണ്ടുള്ള ഇന്റർവ്യൂ അത് ചാനലിന്റെ ഒരു ബേസിൽ ചെയ്ത കേസാണ്. പക്ഷെ അതൊക്കെ വെച്ചിട്ട് ഇപ്പം പുള്ളിക്കാരിനെ ട്രോൾ ചെയ്യുന്നു. ആദ്യം പുള്ളിക്കാരിക്ക് എന്നാ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. സത്യമായിട്ട് എനിക്ക് ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാണ്. ഞാനാണെങ്കിൽ ഇന്റർവ്യൂവർ ആയിരുന്നു എന്നുള്ള കാര്യം കുറച്ച് പേർക്കെങ്കിലും അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന ചാനലിൽ വെച്ചിട്ട് ഞാൻ തൊപ്പിയുടെ ഒരു ഇന്റർവ്യൂ, ഹോം ടൂർ അങ്ങനത്തെ ഒരു സെഗ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ചാനലിൽ നിന്ന് ഞാൻ ഇറക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ തൊപ്പി ഷാജഹാൻ ഇഷ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് ഇവരാണെങ്കിൽ എൻ്റെയും തൊപ്പിയുടെയും വെച്ചിട്ട് ഒരുപാട് ഹൈലൈറ്റ്സും എഡിറ്റ്സും കട്ട്സും ഇവരുടെ ഭാഗത്ത് നിന്ന് സ്വന്തം ആങ്കറിനെ വിട്ടിട്ടാണെങ്കിലും കാശ് മുഖ്യം എന്ന് പറയുന്ന ഈ ചാനൽ ഇറക്കിയിട്ടുള്ളതുകൊണ്ട് അവരായിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണ് ഞാൻ ആ ചാനലിൽ നിന്ന് ഇറങ്ങിയത്. എൻ്റെ കാര്യം നോക്കി ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരാണെങ്കിൽ ഈ പഴയ ഇന്റർവ്യൂ കട്ട്സും ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലാണെങ്കിൽ ഇട്ട് ഇത് ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും. ലൈക്ക് എല്ലാവരും ചിലപ്പോൾ അന്ന് ആ ഇന്റർവ്യൂ അല്ലെങ്കിൽ അതിന്റെ ഹോം ടൂറോ കണ്ടിട്ടുണ്ടാവണമെന്നില്ല. ഒരുമാതിരി കൊനസ്റ്റ് ക്യാപ്ഷനൊക്കെ ഇട്ടിട്ട് ഇപ്പോഴും അവരത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ താഴെ ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടു, ഇവളെയും അറസ്റ്റ് ചെയ്യണം, ഇവളെയും ചോദ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഇന്റർവ്യൂ കട്ട്സ് ഇപ്പോഴും പോസ്റ്റ് ചെയ്ത് പിന്നെയും റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ചാനലിന്റെ അടുത്ത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഓക്കെ, നിങ്ങളുടെ കോണ്ടന്റ് ആണ്, നിങ്ങൾക്ക് അത് മാർക്കറ്റ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പിച്ചച്ചട്ടിയും കൈയിട്ട് വരി റീച്ച് ഉണ്ടാക്കല്ലേ. അപ്പൊ ഇത് കേട്ടല്ലോ. അപ്പോ പുള്ളിക്കാരി പറയുന്നു പുള്ളിക്കാരി ചാനലിന്റെ ഭാഗമായിട്ട് അവിടെ പോയതാണ്. അതിനുശേഷം എന്നാ പറയുന്നത്, ഇന്റർവ്യൂ ചെയ്തു, അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. പിന്നീട് ഇപ്പം ആ ചാനലിൽ നിന്ന് തന്നെ പുള്ളിക്കാരി ഇറങ്ങുകയും റിസൈൻ ചെയ്ത് പോവുകയും ചെയ്തു. കാരണം പുള്ളിക്കാരിയുടെ വീഡിയോ, അതായത് ഈ തൊപ്പിയുമായിട്ടുള്ള വീഡിയോ ഒക്കെ വീണ്ടും ഈ ഒരു ഇഷ്യൂവിന്റെ ബേസിൽ അവരത് വീണ്ടും റീടെലികാസ്റ്റ് ചെയ്യുക, അതിന്റെ കട്ട്സും പലതരത്തിലുള്ള ചെറിയ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇറക്കുന്നു റീച്ചിന് വേണ്ടിയിട്ട്. അപ്പൊ അതിൽ പുള്ളിക്കാരിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നു. പിന്നെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ കാരണമാണ് പുള്ളിക്കാരി ഇറങ്ങിയെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഈ മെഹറും തൊപ്പിയും തമ്മിലുള്ള ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. ഇന്റർവ്യൂ ഒക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്, ഒരു ചില്ലായിട്ട് പോകുന്ന ഒരു പരിപാടി. അതായത് നമ്മൾ ഈ സാധാരണ മസിൽ പിടിച്ച് സംസാരിക്കാതെ കുറച്ച് വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന പ്രോഗ്രാമാണ് ഈ ഇപ്പോഴത്തെ ഒരു ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ. അതിൽ ഈ മെഹർ അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മെഹറിന്റെ ഇന്റർവ്യൂ വളരെ രസകരമായിരുന്നു. ഏകദേശം 10 ലക്ഷം പേര് മേളിൽ കണ്ടിട്ടുള്ള 2 വീഡിയോ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം തൊപ്പി എന്ന് പറയുമ്പോൾ അത്യാവശ്യം റീച്ചുള്ള ഒരാള്, ആ കൂട്ടത്തിൽ തന്നെ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന കുട്ടിയാണെന്നും വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അതിനുശേഷമാണ് ഇവർ തമ്മിൽ പിന്നീട് ഈ പറയുന്ന തൊപ്പിയുടെ ലൈവിൽ ഈ കുട്ടി വരികയും എന്താ പറയുന്നത്, തൊപ്പി ഈ മെഹറിനെ പ്രപ്പോസ് ചെയ്യുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ ആ ലൈവിൽ ഓരോരുത്തരും എന്താ പറയുന്നത്, തൊപ്പിയുടെ ലൈവിൽ ഓരോരുത്തർ റിക്വസ്റ്റ് ചെയ്തനുസരിച്ച് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ അതിനുശേഷം പിന്നീടാണെങ്കിലും ഇവർ പറയുന്നുണ്ട് ഇവര് നല്ല ഫ്രണ്ട്സ് ആണ്, കാര്യങ്ങളാണ്. എന്താ തൊപ്പിയായിട്ട് നല്ലൊരു ഫ്രണ്ടായി പിന്നീട് ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യമൊക്കെ വന്നു. അത് വേറെ രീതിയിലല്ല, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അടച്ചാക്ഷേപിച്ച് പുള്ളിനെ അറിയത്തില്ല, അത് ചാനലിന് വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറയുമ്പം 2 വള്ളത്തെ കാല് വെക്കുന്ന പരിപാടിയാണ്. ശരിയാണ്, ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്കറിയാമല്ലോ. നമ്മുടെ ഏതെങ്കിലും കൂട്ടുകാരൻ എന്തെങ്കിലും കുഴപ്പമുണ്ട്, നമ്മളുമായിട്ട് തോള് ചേർന്നിരിക്കുന്ന ഒരു കൂട്ടുകാരനായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന ഏതെങ്കിലും ഫ്രണ്ടൊക്കെ ആയിരിക്കും. അവൻ വല്ല കുഴപ്പം ഒപ്പിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് അവനെ ഈ പറയുന്ന പോലെ അയ്യോ അവനെ എനിക്ക് അറിയത്തില്ലെന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമല്ലേ, പോക്രിത്തരം. ഒരു വീഡിയോ കൂടെ കാണാം. ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കണം. കാര്യം പറയല, നിങ്ങൾ തമ്മിൽ എന്തോ ഉണ്ടെന്ന് ആൾക്കാർ ചിന്തിക്കുന്നത്, ആ തെറ്റിദ്ധാരണ നീ തന്നെ മാറ്റി കൊടുക്കണം. ഇവൻ പറഞ്ഞ ആരും കേൾക്കുന്നില്ല, നീ തന്നെ മാറ്റി കൊടുക്കണം. അപ്പൊ നിനക്ക് എത്ര വയസ്സ്? 23 ആ? 25. നീ സിംഗിളാ? അല്ല, ഇത് കേട്ടേക്കാൻ പോകുന്നു ഞാൻ തന്നെ ചോദിക്കുന്നത്. ഇല്ല മായ്ച്ചോളാം. ഇത് നോക്കൂ, വളരെ ഫ്രണ്ട്ലി മോഡി പോകുന്നു. അതിനുശേഷം പിന്നീട് ഇവര് തമ്മിലുള്ള വീഡിയോസ് നമ്മൾ, അതായത് മോശം വീഡിയോ ഒന്നുമല്ല, ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിലുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളതാണ്. ഇൻസ്റ്റഗ്രാമിലാണ് കൂടെ. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാരും ഇൻസ്റ്റഗ്രാമിലാണ് കാര്യങ്ങൾ ഒക്കെ കാണുന്നത്. അപ്പൊ അവരുടേതായ കുറച്ച് വീഡിയോസ്, തൊപ്പി ആ കൊച്ചിനെ പ്രപ്പോസ് ചെയ്യുന്നതും അങ്ങനെ കുറെ കാര്യങ്ങൾ, മെഹറിനെ പ്രപ്പോസ് ചെയ്യുന്ന അങ്ങനെ കുറെ കാര്യങ്ങൾ. അതിനുശേഷം മെഹറിന്റെ ആ ഒരു റിയാക്ഷനും കാര്യങ്ങളും നമ്മൾ കാണുന്ന ആൾക്കാർക്ക് അത് കാണുമ്പോൾ ഓ എന്തോ ഉണ്ടല്ലോ, എന്തോ ഒരു രസം, അങ്ങനെയൊക്കെ ഒരു തോന്നൽ ഉളവാക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ വന്നിട്ട് അയ്യോ എനിക്ക് അറിയത്തില്ലേ, ഞാനന്ന് ചാനൽ പറഞ്ഞിട്ട് പോയതാണേ, ആ ചാനലിൻ്റെതായ രീതി ഞാൻ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ
ഇതിൽ മെഹറിന് പ്രത്യേകിച്ച് പോകാനൊന്നുമില്ല. കാരണം മെഹറിനെ സംബന്ധിച്ച് മെഹർ വന്നു, ഇന്റർവ്യൂ ചെയ്തു, അവരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, ആ ടീമിലുള്ള എല്ലാവരെയും അറിയായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നും പറഞ്ഞാൽ ആ പുള്ളിക്കാരിനെ എടുത്ത് ട്രോളേണ്ട കാര്യവും ഒന്നുമില്ല. ട്രോളേണ്ട ഒരു സംഭവമല്ല അതിനകത്ത്. ഇപ്പൊ ശരി, അവിടെ പോയി ഇപ്പം തൊപ്പിയായിട്ട് റിലേറ്റ് ചെയ്ത് ഇപ്പൊ നമ്മള് ഏതായാലും കുഴപ്പത്തിൽ ഒപ്പിച്ച ആളുകളാണെങ്കിൽ പോലും അടുത്ത് വന്നൊരു നമുക്ക് അറിയത്തില്ലാത്ത ഒരാൾ നമ്മുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുക. പോട്ടെ, നമ്മളെ വേണ്ട, ഏതായാലും ഒരു സിനിമ ആക്ടറുടെ അടുത്ത് നിന്ന് ഒരാൾ ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ എടുത്തിട്ട് പോകുന്ന ആൾ പിന്നീട് എന്തെങ്കിലും കുഴപ്പം ഒപ്പിച്ച് വരുമ്പോൾ ലാസ്റ്റ് ഈ സിനിമാ താരത്തിന്റെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ കണ്ടിട്ട് ഇത് ഇയാൾക്ക് സിനിമാ താരമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഈ പറയുന്ന ഈ മെഹറിന് വലിയ സീനൊന്നും, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട മെഹറിന് സീനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ അടച്ചാക്ഷേപിച്ച് അയ്യോ എനിക്കറിയത്തില്ലേ എന്നൊക്കെ പറയുമ്പം അത് ഒരു ഇതല്ല. ഇപ്പം നമുക്കറിയാം തൊപ്പി ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയ്ക്ക് അത് പറയുന്നു കണ്ടു. തൊപ്പിയുടെ കുറച്ച് ഹനാൻ ഷായ്ക്കെതിരെ സംസാരിച്ചതിനകത്ത് കുറെ എല്ലാം AI ഓഡിയോസ് ആണെന്നൊക്കെ പറഞ്ഞ്, അതായത് നമ്മളെല്ലാം പൊട്ടന്മാരെന്നുള്ള രീതി കണക്കാക്കിയ ഇവന്റെയൊക്കെ ഒരു ലോകത്ത് അവൻ പറയുന്ന എല്ലാ ആൾക്കാർ അംഗീകരിക്കുകയോ അനുസരിക്കുകയോ എന്നുള്ള രീതിയിൽ അവൻ ആ ഒരു വേർഡ് അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെന്നുള്ള രീതിയിൽ പറയാതിരിക്കുമായിരുന്നെങ്കിൽ ചിലപ്പം അത് ആ വഴിക്ക് അങ്ങ് പോയനെ. ഇതിന്റെ കൂടെ അതുകൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ മൊത്തം കുഴപ്പമായി. എന്നതാണേലും ഈ തൊപ്പിയായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം ഇപ്പോൾ ഒരിച്ചിരി എരിച്ചും മുരിച്ചും നിൽക്കുക. മാത്രമല്ല തൊപ്പി ആ ഒരു ഇതുമായിട്ട് മെഹറിന്റെ കാര്യമല്ല പറയുന്നത്, ഇപ്പം അതുമായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ വേറെ കാര്യങ്ങൾ പറയുന്നതാണ്. തൊപ്പി ഒരു എന്താ പറയുന്നത്, തൊപ്പിയുടെ ഗ്യാങ്ങിലുള്ളവർ പറയുന്നത് തൊപ്പിക്ക് ഡെയിലി വേറെ പെൺപിള്ളേരാണ്. അങ്ങനെ പുള്ളിയുടെ വളരെ വൾഗറായിട്ടുള്ള ഒരു വേൾഡ് ഇവന്റെ ഫ്രണ്ട്സ് പറയുന്നു. തൊപ്പി പറയുന്നു തൊപ്പിയുടെ ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നവര് ഭയങ്കര വൾഗറായിരുന്നു എന്ന്. ആകെ മൊത്തത്തിൽ പറഞ്ഞു വരുമ്പോൾ മൊത്തത്തിൽ ഒരു കുണ്ടന്നൂർ ഗ്രാമമായിരുന്നു എന്നുള്ള രീതി വരെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. അവ എന്തായാലും സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും കളിച്ചും അവസാനം വന്നപ്പോൾ കേസായി. ഇപ്പം അവരുടെ ആരെയും അനക്കമില്ല. എന്തായാലും ഇത് എവിടം വരെ ചെന്ന് നിൽക്കുമോന്ന് അറിയത്തില്ല. കാരണം ഒരു ലക്ഷക്കണക്കിന് കുട്ടികൾ തന്നെ പറഞ്ഞ അല്ലെങ്കിൽ യുവാക്കളെ ഒരു ഇൻസ്പയർ ചെയ്യുന്ന അല്ലെ തൊപ്പിയുടെ ഒക്കെ വീഡിയോ കണ്ട് ഇങ്ങനെ കണ്ണും മിഴിച്ചിരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. കുറച്ചൊക്കെ എന്റർടൈനിങ് ആയിരുന്നു ഇവരുടെ പ്രോഗ്രാംസ് ഇവരുടെ. പക്ഷെ അതിനെ കൈവിട്ട് പോയപ്പോഴാണ് ഈ കളി മൊത്തം മാറിയത്. ഒന്നാമത്തെ കാര്യം, ഈ പരിപാടിയെല്ലാം കണ്ട് ഇങ്ങനെ കൈയടിച്ച് നിൽക്കുന്ന ആളുകൾ പോലും അവസാനം അവർക്കൊരു കുഴപ്പം വരുമെന്ന് പറയുമ്പോഴത്തേക്ക് അവനാണ് അവരെ ചൂണ്ടുന്ന കൈ ചൂണ്ടി മാറുന്ന ആൾക്കാരും ഉണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കാല് മാറി അവസരത്തിനൊത്ത് മാറുന്ന അവസരവാദികളുണ്ട്. അപ്പൊ ഈ മെഹറിന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു മെഹറിന്റെ ഇതിലേക്ക് വരികയാണ്. മെഹറിന്റെ വീഡിയോ കണ്ടപ്പം മെഹർ ഈ പറയുന്നതൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നി പുള്ളിക്കാരി ഒരു അവസരവാദിയാണോ എന്നുള്ളത്. കാരണം ശരിയാ, ഇന്റർവ്യൂ ചെയ്യാൻ പോയ സമയത്തായിരിക്കും ഇവർ തമ്മിൽ ഒരു പരിചയം ഉണ്ടായത്. ആ ഇന്റർവ്യൂ ഒക്കെ ഭയങ്കര രസമായിരുന്നു. അതിനുശേഷം പിന്നീട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ടാകും. അതിനപ്പുറത്തേക്ക് കഥയോ കാര്യമോ ഒന്നുമില്ല, ഫ്രണ്ട്ഷിപ്പ് അത്രേ ഉള്ളൂ. അതുപോലും ഇല്ല എന്നുള്ള രീതി പറയാം. കാരണം ഈ പുള്ളിക്കാരി ഇവരുടെ ലൈവിലൊക്കെ വന്നതിന്റെ, അതായത് മോശമായ രീതിയിലല്ല, ആ ഒരു ഫ്രണ്ട്ലി മോഡി സംസാരിക്കുന്നതിന്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ ഷോർട്സ് ഒക്കെ കിടപ്പുണ്ട്. ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരി പറഞ്ഞ പോലെ പുള്ളിക്കാരി അറിയാതെ, പുള്ളിക്കാരി പോലും വിചാരിക്കാത്ത ഷോർട്സുകളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് പോലെ ചെറിയ ഷോർട്ട് വീഡിയോകളിൽ. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു ഇത് ഇടേണ്ട കാര്യമില്ലായിരുന്നു. പോട്ടെ, അപ്പൊ എന്തായാലും വന്നുപോയി. അപ്പം തൊപ്പിയായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലെന്നാണ് പറയുന്നത്. അത് അങ്ങനെ ഇരിക്കട്ടെ. കണ്ടപ്പോൾ പെട്ടെന്ന് 2 വള്ളത്തെ കാല് ചവിട്ടുന്ന പോലെ ഒരു തോന്നിപ്പോയി. കാരണം അല്ലെങ്കിൽ പിന്നെ എത്രയോ ആൾക്കാർ, എത്രയോ ആങ്കേഴ്സ് ഇന്റർവ്യൂ ചെയ്തു, എത്രയോ പേര് പോകുന്നു, എത്ര ആൾക്കാർ പോകുന്നു. അപ്പോൾ അവരൊന്നും പറയാത്ത ഒരു കാര്യം ഇപ്പോൾ ഈ കുട്ടി ഒന്ന് പറഞ്ഞപ്പോൾ 2 വള്ളത്തിൽ കാല് ചവിട്ടുന്ന ഒരു പരുവം പോലെ തോന്നി. എന്തായാലും മെഹറിന് ഇതിനകത്ത് വലിയ സീനൊന്നും ഉണ്ടാകത്തില്ല. അത് വേറെ കാര്യം. ഈ ആങ്കർ ഒരു സമയത്ത് അത്യാവശ്യം ഇതിൽ നിന്നതാണ്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിയുടെ റീച്ച് കുറഞ്ഞു നിൽക്കുവാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ റീച്ച് കുറഞ്ഞിട്ടുണ്ടാകും. കാരണം ഒരു അത്യാവശ്യം ആ ഒരു ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം റീച്ച് ഉണ്ടായിരുന്നു. പിന്നീട് റീച്ച് പോയി കാണും. ഇതോടുകൂടി അവർക്ക് റീച്ച് ആകും മിക്കവാറും.